നമസ്കാരം. അയർലൻഡിലെ ഡുബ്ലിൻ സിറ്റി സെൻറ്ററിലെ പ്രോ കത്തീഡ്രലിൽ ഞായറാഴ്ച കുർബാന കൂടിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയായ ആലിസ് ക്വിൻസ് പറയുന്നത് തൻ്റെ നാട്ടിലെ കുർബാന നൽകുന്ന ഒരു ഊർജ്ജം ഇവിടുത്തെ കുർബാന കൂടിയാൽ ലഭിക്കില്ല എന്നാണ്. നാട്ടിലെ കുർബാന ഏറെ ഊർജ്ജവും ഉല്ലാസവും പകർന്നു തരുമെന്നും ആലിസ് പറയുന്നു. കോങ്കോയിലെ ആരാധന രീതികൾ തികച്ചും വ്യത്യസ്തമാണെന്നും അവർ പറയുന്നു. നൈജീരിയ, സ്പെയിൻ, ഫിലിപ്പീൻസ്, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇതിനോട് യോജിക്കുകയാണ്. ഇവിടെ കുർബാന ഹ്രസ്വവും ചടങ്ങുകൾ കുറവാണെന്നുമാണ് അവരുടെ പരാതി. പള്ളികളിലെ ആരാധനകളിലും മറ്റ് ചടങ്ങുകളിലും പങ്കെടുക്കുന്ന അയർലൻഡുകാരായ കത്തോലിക്കരുടെ എണ്ണം കുറഞ്ഞതോടെ മറ്റിടങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾക്ക് ഐറിഷ് പള്ളികളിൽ പ്രാമുഖ്യം ഏറിയിരിക്കുകയാണ്. പുരോഹിതരുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമുള്ള കത്തോലിക്ക പുരോഹിതരുടെ എണ്ണം രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ 5 വർഷമായി അയർലൻഡിൽ താമസിക്കുന്ന ഫിലിപ്പിനോ ദമ്പതികളും അവരുടെ നാട്ടിലെ കുർബാനയും ഐറിഷ് കുർബാനയും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു. ഫിലിപ്പീൻസിൽ കുർബാനയ്ക്കിടെ എപ്പോൾ മുട്ടുകുത്തണമെന്നും എപ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നും ഒക്കെ പറഞ്ഞു തരാൻ ഒരാളുണ്ടാകും. ഇവിടെ അതില്ല എന്ന് അവർ പറയുന്നു. അതേസമയം ഐറിഷ് കുർബാനയിൽ നിരവധി തെറ്റുകളുണ്ടെന്നാണ് കഴിഞ്ഞ 20 വർഷമായി അയർലൻഡിൽ താമസിക്കുന്ന വെബ് ഡിസൈൻ ബിസിനസ് നടത്തുന്ന വിക്ടർ ഡൈസ് പറയുന്നത്. കുർബാനയിൽ പങ്കെടുക്കുന്നവർ നിരവധി തെറ്റുകൾ വരുത്തുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ ചട്ടങ്ങളും അനുഷ്ഠാനങ്ങളും എന്തുകൊണ്ടാണ് അയർലൻഡിൽ പിന്തുടരാത്തതെന്നും അയാൾ ചോദിക്കുന്നു. വളരെ ലാഘവത്തോടെയാണ് കുർബാന നടത്തുന്നതെന്നാണ് സ്പാനിഷുകാരനായ ഇയാളുടെ പരാതി. താൻ 21ഓളം രാജ്യങ്ങളിലെ പള്ളികൾ സന്ദർശിച്ചിട്ടുണ്ടെന്നും ഇത്തരത്തിലുള്ള ഒരു മനോഭാവം അയർലൻഡിലും ജർമ്മനിയിലും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നും അയാൾ പറയുന്നു. അതേസമയം സ്പെയിനിലെ കുർബാനയിൽ നിന്നും അയർലൻഡിലെ കുർബാനയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന അഭിപ്രായമാണ് ഒരു വർഷമായി അയർലൻഡിൽ താമസിക്കുന്ന മാഡ്രിഡ് സ്വദേശിയായ എസ്റ്റർ ആൽവേസറിനുള്ളത്. എന്നാൽ അയർലൻഡിലെ കുർബാനകളിൽ പങ്കെടുക്കുന്നതിലധികം പേർ സ്പെയിനിലെ കുർബാനകളിൽ പങ്കെടുക്കാറുണ്ടെന്നും അവർ പറയുന്നു. അടുത്തിടെയാണ് മലയാളിയായ ഫാദർ ടിജോ ജോൺ ഉൾപ്പെടെ ചില കത്തോലിക്ക പുരോഹിതർ അയർലൻഡിലെത്തിയത്. ഫാദർ ടിജോ ജോൺ ഡുബ്ലിനിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. രണ്ടാമത്തെയാൾ ഗാൽവേയിലും മൂന്നാമത്തെ വ്യക്തി കോർക്കിലും സേവനമനുഷ്ഠിക്കുന്നു. ആളുകളിൽ വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഫാദർ ടിജോ പറയുന്നത്. പള്ളികളിൽ വരാത്തവരെ എങ്ങനെ ആകർഷിക്കാമെന്നത് ആലോചിക്കേണ്ട വിഷയമാണെന്നും അദ്ദേഹം പറയുന്നു.